കുഴയ്ക്കുന്ന പോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് എടുക്കുക. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കണം. എന്നിട്ട് 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം ഇങ്ങനെ എണ്ണ തേച്ച് പരത്തുക. ഇങ്ങനെ പരത്തണം. എന്നിട്ട് ഇച്ചിരി എണ്ണ തടവിയതിന് ശേഷം ഇച്ചിരി ആട്ടപ്പൊടി അതിൻ്റെ മുകളിലോട്ട് ഇട്ടാൽ മതി. മൈദയുടെ പൊടി. എന്നിട്ട് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വരഞ്ഞാൽ മതി. അങ്ങനെ വരഞ്ഞതിന് ശേഷം ऐसे फोल्ड कर देना. ഇതുപോലെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ചപ്പാത്തി ഇങ്ങനെ വലിക്കുന്ന പോലെ വലിച്ചു വെച്ച് ഇങ്ങനെ ഉരുട്ടുക. ഇതിന്റെ അടിയിലായിട്ട് വന്ന് ഇങ്ങനെ വെക്കണം. ഇച്ചിരി എണ്ണയും തൂത്ത് ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. അങ്ങനെ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഉരുളകളായിട്ടെടുത്ത് എണ്ണ തൂത്ത് ഇങ്ങനെ പരത്തുക. ആദ്യത്തെ ഒന്ന് ഞാനിങ്ങനെ പരത്തി. രണ്ടാമത്തെ നമുക്ക് നല്ല എളുപ്പമാണ് ഇത്. കൂടി ഞാൻ ഇത് ഉണ്ടാക്കാൻ പോവാം. വെളിച്ചെണ്ണ ഇച്ചിരി തൂക്കുക. അതുപോലെ ഇച്ചിരി പൗഡർ ഇടുക. പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ വരയുക. നമുക്ക് നല്ല എളുപ്പമുണ്ട് ഇത് ഉണ്ടാക്കാൻ. ആദ്യത്തെ ഇച്ചിരി ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കിയാൽ മാത്രം മതി. എന്ത് എളുപ്പമെന്നറിയാം. അരമണിക്കൂർ നമ്മളിങ്ങനെ വെക്കുക. ഇതിൻ്റെ അകത്ത് 1/2 കിലോ മൈദയിൽ എനിക്ക് 10 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ലാസ്റ്റാണത്. നല്ലവണ്ണം ഇങ്ങനെ പരത്തിയതിന് ശേഷം അങ്ങനെ 1/2 കിലോയിൽ എനിക്ക് 10 പൊറോട്ട ഉണ്ടാക്കി 10 എണ്ണം കിട്ടി. ഇങ്ങനെ നല്ലപോലെ പിച്ചാത്തിയ വല്ലതും കൊണ്ട് ഇങ്ങനെ കീറുക. എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇതിൻ്റെ അവസാനം ഇതിൻ്റെ അടിയിലോട്ട് ചുരുട്ടി വെക്കുക. 10 പൊറോട്ട നമുക്ക് എളുപ്പമുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. 1/2 കിലോ മൈദ എടുത്താൽ മാത്രം മതിയല്ലോ. അതുകൊണ്ട് എളുപ്പമുണ്ട്. ഇങ്ങനെ പരത്തി വെച്ചാൽ മാത്രം മതി. നമുക്ക് അടിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. കൈ കൊണ്ട് ഇങ്ങനെ പരത്തി എണ്ണ കയ്യിൽ തൂക്കുക, പരത്തുക. എന്ത് എളുപ്പമുണ്ട്. നല്ല സൂപ്പർ പൊറോട്ട ഉണ്ടാക്കി കൊടുക്കാം. ഇത് 1/2 മണിക്കൂർ ഇരിക്കട്ടെ. 1/2 മണിക്കൂറിന് ശേഷം ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. 1/2 മണിക്കൂറായി ഞാനിത് വെച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്ന നോക്കാം.
ഈ ശകലം എണ്ണ കൈകൊണ്ട് ഇങ്ങനെ പരട്ടുക. ഈ ഉള്ളം കൈ പിടിച്ച് ഇങ്ങനെ പരത്തുക. കയ്യിൽ എണ്ണ തൊടുന്നത് കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. ഈ ദോശ ഉണ്ടാക്കുന്ന കല്ലേലോ അല്ല ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലേലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാം. കല്ല് ചൂടായിട്ട് കല്ലേലോട്ടിടാം. കല്ല് ചൂടായി, നമുക്ക് കല്ലേലോട്ടിടാം. ഒത്തിരി തിരിച്ചു മറിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് അത് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നല്ലപോലെ അത് പൊങ്ങി വരുന്നുണ്ടോ? നല്ലപോലെ നല്ലപോലെ അത് പൊങ്ങി വരുന്നുണ്ട്. നല്ലപോലെ പൊങ്ങി വരും. നമുക്കെല്ലാവർക്കും ഒന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. രണ്ടെണ്ണം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് എല്ലാം കൂടി ഒത്തിട്ട് അടിച്ചെടുക്കും. ഇത് രണ്ടാമത്തെയാണ്. ഇത് കയ്യിൽ ശകലം ഒന്ന് എണ്ണ തൂത്താൽ മതി. അത് തന്നെ ഇങ്ങനെ പരന്ന് വന്നോളും. നമ്മളൊന്നും ചെയ്യണ്ട അതിൽ. कट कर दिया और गिर गई वो।
ഇപ്പൊ നല്ലതുപോലെ നല്ല മയത്തിലും നല്ല പൊറോട്ട. നമ്മൾ 3 പൊറോട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. 3 പൊറോട്ട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ചൂടോടെ അടിച്ചെടുക്കുവാണേ. ഇങ്ങനെ ഒന്ന് അടിച്ചാൽ മാത്രം മതി. ഇതൊക്കെ നല്ല സൂപ്പർ പൊറോട്ട. ഇങ്ങനെ ആയിട്ട് ഇളക്കിയെടുക്കാം. നല്ല സൂപ്പർ പൊറോട്ട, നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ പൊറോട്ട. നോക്ക്, ബസ് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ 3 പൊറോട്ട ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ലെയറായിട്ടുള്ള, നല്ല പൊടിയിരിക്കുന്ന നല്ല സൂപ്പർ പൊറോട്ട. ഒട്ടും എണ്ണ പിടിക്കാത്ത നല്ല സൂപ്പർ പൊറോട്ട. കുഞ്ഞുങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും ശരിയായില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ പഠിച്ചത് പൊറോട്ട ഉണ്ടാക്കാൻ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നു. ഇതല്ലേ